മോളിവുഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താര പോരാട്ടമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സിനിമകളുടെ പോരാട്ടമോ ഒക്കെ ആയിരിക്കും 2026 ഓണമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വലിയ സിനിമകളാണ് ഓണത്തിനേക്കായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 2026 ഓണത്തിന് മോളിവുഡിൽ നിന്ന് വരുമെന്ന് കരുതുന്ന ഒത്തിരി സിനിമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സിനിമ ഖലീഫയാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒരുമിക്കുന്ന സിനിമ സംവിധാനം ചെയ്തത് വൈശാഖാണ്. ബ്രഹ്മാണ്ഡ ബഡ്ജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. മറ്റൊരു ചിത്രം ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായ ഐ ആം ഗെയിം ആണ്. വേഫർ ഫിലിംസ് ലോകയ്ക്ക് ശേഷം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ്. 2026 ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിരിക്കും ഐ ആം ഗെയിം. യുവാക്കൾ ഒന്നാകെ കാത്തിരിക്കുന്ന ടോവിനോ തോമസും ബേസിൽ ജോസഫും ഒരുമിക്കുന്ന അതിരടിയാണ് മറ്റൊരു ഓണചിത്രം. ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും ഈ മൂന്ന് ചിത്രങ്ങളും 2026 ഓണക്കാലത്ത് തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിരടി ഔദ്യോഗികമായി തന്നെ ഓണം 2026 എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖലീഫയെ സംബന്ധിച്ച് 2026 ഓണമാണ് അവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോലും ഇന്ത്യക്ക് പുറത്താണ് ഷൂട്ടിംഗ് മറ്റു കാര്യങ്ങളുമൊക്കെ. ബ്രഹ്മാണ്ഡ സിനിമ ആയതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ചിത്രീകരണം എത്രത്തോളം വേഗത്തിലായിരിക്കും നടക്കുക എന്നുള്ളതിൽ സംശയമുണ്ട്. അതിനനുസരിച്ചായിരിക്കും റിലീസ് മറ്റു കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെടുക. ഓണക്കാലം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് സുവർണ്ണ കാലം തന്നെയാണ്. 2025 ഓണത്തിനിറങ്ങിയ ലോകയായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത്. കൂടെ ഇറങ്ങിയ ഹൃദയപൂർവ്വവും ബ്ലോക്ക് ബസ്റ്ററായി മാറിയെന്നത് മറ്റൊരു ചരിത്രം. ഏതാണ്ട് 380 കോടിയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 2026 ഈ രണ്ട് ഓണം റിലീസുകൾ നേടിയെടുത്തത്. ഒപ്പം ഇറങ്ങിയ ഓടുംകുതിര ചാടുംകുതിര വലിയ പരാജയമായി എന്നത് മറ്റൊരു സത്യം. ഇതുകൊണ്ടൊക്കെ തന്നെ 2026 ഓണക്കാലത്തിന് ബ്രഹ്മാണ്ഡ സിനിമകൾ തിയേറ്ററിലെത്തും. വേഫർ എന്തായാലും ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും ഐ ആം ഗെയിം തിയേറ്ററിൽ എത്തിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ 2 വീക്കെൻഡുകൾ ഇത്തരത്തിലുള്ള വലിയ സിനിമകൾക്ക് ആവശ്യവുമാണ്. ഖലീഫയെ സംബന്ധിച്ചും ഐ ആം ഗെയിമിനെ സംബന്ധിച്ചും ഒക്കെ ബ്രഹ്മാണ്ഡ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ വെക്കേഷൻ പീരീഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്തായാലും ഈ സിനിമകളുടെ ഔദ്യോഗിക റിലീസ് ഡേറ്റ് പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കാം.